പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെയുള്ള വെളിപ്പെടുത്തലുകളിൽ 20-ലധികം പേരുടെ മൊഴികൾ ഗൗരവമേറിയത് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുന്നു. ഇവരിൽ ഭൂരിഭാഗം പേരെയും 10 ദിവസത്തിനകം ബന്ധപ്പെടാനാണ് തീരുമാനം. നിയമ നടപടി തുടരാൻ ആഗ്രഹിക്കുന്നവരുടെ മൊഴികൾ കേസെടുക്കും. അതിനിടെ മുകേഷ് MLA ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതി നൽകിയ നടിക്കെതിരെ ബന്ധുവായ മറ്റൊരു യുവതി രംഗത്ത് വന്നു. ഇന്നലെ ചേർന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗത്തിലാണ് മൊഴികൾ ഗൗരവമേറിയതെന്ന വിലയിരുത്തൽ. മൊഴി നൽകിയവരിൽ 20 പേരെ ആദ്യഘട്ടത്തിലും അവശേഷിക്കുന്നവരെ രണ്ടാം ഘട്ടത്തിലും വനിതാ ഉദ്യോഗസ്ഥർ ബന്ധപ്പെടും. മൊഴി നൽകിയവരുടെ താൽപര്യം കൂടി കണക്കിലെടുത്താകും കേസെടുക്കുന്നതിൽ തീരുമാനം. മൊഴി നൽകിയവരിൽ പൂർണ്ണമായ പേരും മേൽവിലാസവും രേഖപ്പെടുത്താത്തവരെ കണ്ടെത്താൻ സാംസ്കാരിക വകുപ്പിന്റെയോ ഹേമ കമ്മിറ്റി അംഗങ്ങളുടെ സഹായം തേടാനും ആലോചനയുണ്ട്. ഇതിനിടെ നടനും MLAയുമായ മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതി നൽകിയ നടിക്കെതിരെ അടുത്ത ബന്ധുവായ യുവതി രംഗത്തു വന്നു. നടിക്ക് സെക്സ് മാഫിയയുമായി ബന്ധമുണ്ടെന്നും തന്നെയും കുടുക്കാൻ ശ്രമിച്ചെന്നും യുവതി. എന്നെ കൊണ്ടതൊരു ഹോട്ടൽ റൂമിലേക്കായിരുന്നു. അവിടെ 5-6 ആണുങ്ങളുണ്ടായിരുന്നു. അവിടെ ചെന്നു. അവിടെ ഉള്ളവർ വന്ന് എനിക്ക് ആദ്യം ഷെയ്ക്കാൻ തോന്നുന്നു. പിന്നെ അടുത്തയാൾ വന്ന് എൻ്റെ മുഖത്തും മുടിയിലും കവിളിലൊക്കെ തൊട്ടു, എൻ്റെ ഷോൾഡറിലൊക്കെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അവരെ തട്ടി മാറ്റി. ആ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ ഉദ്ദേശം ഒരു ഓഡീഷന് കൊണ്ടുപോവുകയല്ലായിരുന്നു. അവർക്ക് എന്നെ കാഴ്ച വെച്ച് അല്ലെങ്കിൽ അവർക്ക് എന്നെ കാണിച്ച് പൈസ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായത്. യുവതിയുടെ ആരോപണം മുകേഷിനെതിരെ പരാതി നൽകിയ നടി തള്ളി. എല്ലാവരുടെയും കളിയാണ് ഇത്. മൊത്തം പ്രശ്നമാകുമെന്ന് അറിഞ്ഞപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും കള്ളക്കേസെടുത്ത് അകത്തിടുവാണെങ്കിൽ എനിക്കിത് ഒരറിവുമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. ഐ വിൽ ഫൈറ്റ്, നോ പ്രോബ്ലം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സേവന വേതന കരാർ നിർബന്ധമാക്കാനുള്ള തീരുമാനത്തിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം പറ്റുന്നവർ മുദ്രപത്രത്തിൽ കരാർ നൽകണമെന്നാണ് വ്യവസ്ഥ. 24 കൊച്ചി.